വളരെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്ലാസ്റ്റിക് കുപ്പിക്ക് ക്ഷാമമൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ നല്ല ഒരു കുപ്പി എടുക്കണേ കൂട്ടുകാരെ. ഇനി എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാമേ മൊത്തം. ഇപ്പം ഞാൻ ഒരു റീഫിലറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കൊന്ന് മൊത്തം ഹോൾ ഇടാമേ ഗൈസ്. ഓക്കെ, ഹോൾ ഇട്ടിട്ടുണ്ട്. സ്പ്രേ ബോട്ടിലുള്ളവർക്ക് സ്പ്രേ ബോട്ടിലാണ് നല്ലത്. ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എൻ്റെ അനിയെ നല്ല സൂപ്പറായിട്ട് അരച്ച് ജ്യൂസ് പരിപാടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി കിട്ടിയിട്ടൊന്ന് പോയാലോ. അതിന് മുമ്പേ നമുക്കൊന്ന് കുപ്പിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമേ. വരെ കൂട്ടുകാരെ. പൈപ്പിൽ നോക്കിയപ്പോൾ ഒരു ഒറ്റ സാറിരുന്ന് ഇഴഞ്ഞ് പോകണം. കഴുകാമേ കൂട്ടുകാരെ. ഇനി ഒരു അഴുക്ക തുണിയുണ്ട്. ഇനി ഒന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ കുപ്പിയിൽ ഓട്ട നമ്മൾ ഇട്ടിട്ടില്ലേ, അത് അടങ്ങിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അരിച്ചെടുക്കാമേ. എല്ലാ ചാറും നമ്മൾ ഫ്രഷായിട്ട് പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ എന്തായാലും പിഴിഞ്ഞെടുത്തിട്ട് കാണാമേ. ഇത് ഫ്രഷ് ചാറായതുകൊണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് അരച്ചെടുത്ത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് പോവാൻ കൂട്ടുകാരെ. അപ്പം നമുക്ക് എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായാലും അടച്ച് വയ്ക്കാമേ. ഇനി കലക്കാമേ കൂട്ടുകാർ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചായ ആറ്റുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി എന്തായാലും കുപ്പിയിലോട്ട് ഒഴിക്കുക. തറയെ കളഞ്ഞാട്ടിരിക്കുക. അടിയൊരു കിണ്ണം വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒഴിച്ചിട്ട് കാണാമേ കൂട്ടുകാരെ. ഇനി എന്തായാലും അടപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് റിസൾട്ട് കാണാമേ. നല്ലതായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത് ഒരു 100% റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. നമുക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്പ്രേയിലൊക്കെ വീഴും. ബട്ട് നമുക്ക് ഇതൊരു 100% അതായത് പെർസെൻറ്റേജ് ഇതാണ്, നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ലേ, നേച്ചുറലാണ്. ഇനി നമുക്ക് ഇത് കണ്ടോ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് പുഴു ഇരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ഒഴിച്ച് നോക്കാമേ. അപ്പോൾ എന്തായാലും ഇത് 100% റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാ ചെടിക്കും നമുക്ക് ഒഴിക്കാമേ. എല്ലാത്തിലും എല്ലാത്തിലും മരിച്ചിനിയിലൊഴിക്കാം, അതിലൊഴിക്കാം, പാവലിലൊഴിക്കാം, കരിവേപ്പിലൊഴിക്കാം. അപ്പോൾ എല്ലാത്തിനും ഒഴിക്കാം. ഇത് കണ്ട് നിങ്ങൾ ഗൈസ്, എൻ്റെ വീട്ടിൽ എന്തോ നട്ടതാണ്, തക്കാളിയാണ് വേണമല്ലേ, എല്ലാം പൊടിച്ച് കയറി ഇരുന്നിട്ടുണ്ട് തരി കുഞ്ഞുകുഞ്ഞായിട്ട്. അപ്പോൾ അതിലാണെങ്കിലും ഒഴിച്ചെടുത്താൽ പെസ്റ്റ് കൺട്രോളിനും നല്ലതാണ്. പുഴുവിൻ്റെ ശല്യം കാരണം പാവലൂരി ഇല പോലും കാണാൻ പോലില്ല. അപ്പോൾ അതിനൊക്കെ നല്ലതാണ്. അതാ നമുക്ക് ഇതിലൊഴിച്ചോടും നല്ലതാണ്. അപ്പോൾ ഇനിയും ഇത് കണക്ക് യൂസ്ഫുൾ വീഡിയോസ് ഇടണവരേക്കും ബൈ കൂട്ടുകാരെ.